കഴിഞ്ഞ ദിവസം ഞാൻ ഹെല്ലയും കൂടെ ഒരുമിച്ചിരുന്ന് കണ്ട സിനിമയാണ് ഹലോ മമ്മി. ഈ സിനിമ ഞങ്ങൾ എൻജോയ് ചെയ്തു, ശരിക്കും എൻജോയ് ചെയ്തു. ഒരു അടിപൊളി സിനിമയാണ് ക്ലൈമാക്സ് രംഗങ്ങളിലേക്ക് എത്തും വരെ. ഇതിൻ്റെ മെയിൻ ഘടകം എന്ന് പറയുന്നത് ഇതിൻ്റെ കോമഡി തന്നെയാണ്. കോമഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചിരിക്കാൻ ഒരുപാടുണ്ട്. ഇതിൻ്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത് ഭയങ്കര അൾട്രാ ഫ്രഷ് എന്നല്ല, പക്ഷേ അത്യാവശ്യം ഒരു പുതുമയുള്ള ഒരു തീം തന്നെയാണ് ഈ സിനിമയ്ക്ക് ഉള്ളത്. എന്നിട്ട് ആ ഒരു തീമിനെ വെച്ചിട്ടാണ് അവർ ഈ ഒരു എൻ്റയർ സിനിമ ഡെവലപ്പ് ചെയ്തിരിക്കുന്നത്. കോമഡി എന്ന് പറയുമ്പോൾ അത് ഇടയ്ക്ക് കയറി ഒരു ടോം ആൻഡ് ജെറി ലെവലിലേക്കൊക്കെ പോകും. പക്ഷേ ദാറ്റ്സ് ഓക്കെ, അത് ആ സിനിമയ്ക്ക് ഓക്കെയാണ്. ബിക്കോസ് ഇതിൻ്റെ തീം എന്ന് പറയുമ്പോഴും അല്പം മിസ്റ്ററി അല്ലെങ്കിൽ ഒരു പാരനോർമൽ സംഭവങ്ങളൊക്കെ മിക്സ് ചെയ്തിട്ടുള്ളൊരു കഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരല്പം ടോം ആൻഡ് ജെറി കോമഡികൾ കുഴപ്പമില്ല. ഞങ്ങൾ സിനിമ കണ്ടു തുടങ്ങിയപ്പോൾ തൊട്ട് എന്താ പറയുക, ശരിക്കും എൻജോയ് ചെയ്യുമായിരുന്നു. അത്രയും നല്ല കുറേ കോമഡികൾ തുടക്കം മുതൽ തന്നെയുണ്ട്. ഇനി കോമഡി കൈകാര്യം ചെയ്തിരിക്കുന്ന എല്ലാവരും അടിപൊളിയായിട്ട് തന്നെ ചെയ്തിട്ടുമുണ്ട്. കോമഡി മാത്രമല്ല, ഇതിൽ അത്യാവശ്യം പെർഫോം ചെയ്യാനുള്ള കുറച്ച് രംഗങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്, എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ കിട്ടിയിട്ടുള്ളത് ജഗദീഷിനാണ്. അദ്ദേഹം അത് വളരെ മനോഹരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഐശ്വര്യലക്ഷ്മി കിട്ടിയ കഥാപാത്രം അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നിയിട്ടുണ്ട് ഓരോ സിനിമ കഴിയുമ്പോഴും ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നടിമാരിൽ ഒരാളാണ് ഐശ്വര്യലക്ഷ്മി. അപ്പോൾ ആ ഒരു ചേഞ്ച് ഈ സിനിമയിൽ എനിക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ ഷറഫുദ്ദീൻ, ഇതിൽ കോമഡിയാണ് മച്ചാൻ മെയിനായിട്ട് കൈകാര്യം ചെയ്തിരിക്കുന്നത്, അത് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാവരും കിട്ടിയ റോൾസ് ഗംഭീരമായിട്ട് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഈ സിനിമ ഫാമിലിയായിട്ട് ശരിക്കും നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റുന്ന, ചിരിച്ച് ആഘോഷിച്ച് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയാണ്. പിന്നെ ഞങ്ങൾക്കിതിലൊരു ഡൗൺ സൈഡ് ഫീൽ ചെയ്തത് അതിൻ്റെ ക്ലൈമാക്സ് രംഗങ്ങളിലാണ്. അവിടേക്ക് എത്തിയപ്പോൾ സിനിമ കുറേ ബാക്കോട്ടേക്ക് പോയി. അവർ മേക്കിങ്ങിൽ അത്രയും ശ്രദ്ധ കൊടുത്തില്ല എന്ന് എനിക്ക് തോന്നി. കാരണം ആ ക്ലൈമാക്സ് അവർക്കൊന്ന് ശരിക്കും റീവർക്ക് ചെയ്യാമായിരുന്നു. ക്ലൈമാക്സിൽ അവർ കാണിക്കുന്ന കുറച്ച് മന്ത്രവാദം പോലത്തെ പരിപാടികളൊക്കെ ഉണ്ട്. വേണമെങ്കിൽ അതിനെ കംപ്ലീറ്റ്ലി എടുത്ത് മാറ്റിയിട്ടും വേറൊരു രീതിയിൽ സിനിമയെ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുമായിരുന്നു. ഇനി അതല്ല, അവർ കാണിച്ചത് മോശമാക്കി എന്നല്ല, അതിൽ VFX വർക്കും കാര്യങ്ങളൊക്കെ ഭംഗിയായിട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനെ ഒന്നുകൂടി നന്നായിട്ട് അവർ റീവർക്ക് ചെയ്യേണ്ടതായിരുന്നു, അല്ലെങ്കിൽ അതിൽ കുറച്ചുകൂടി ഇൻപുട്ട് ഇടേണ്ടതായിരുന്നു എന്ന് ശരിക്കും തോന്നി. കാരണം അത്രയും ഒരു കണക്ട് ചെയ്യാൻ പറ്റാത്ത, എൻജോയ് ചെയ്യാൻ പറ്റാത്തൊരു ലെവലിലേക്ക് അതിൻ്റെ ഒരു എൻഡിങ് പോയി. കുറേ ചോദ്യങ്ങളാണ് ആക്ച്വലി മനസ്സിൽ ഉണ്ടായി വന്നത് സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ. അതൊഴിച്ച് നിർത്തി കഴിഞ്ഞാൽ സിനിമ ശരിക്കും എൻജോയബിൾ ആയിരുന്നു. നല്ല രീതിയിൽ തന്നെ ഞങ്ങൾ എൻജോയ് ചെയ്തു. ആൻഡ് ഓവറോൾ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സൂപ്പർ കൺസെപ്റ്റാണ്. നമുക്ക് ഒന്നിൽ കൂടുതൽ തവണ കണ്ട് ചിരിക്കാൻ പറ്റുന്ന കോമഡികൾ ഈ സിനിമയിലുണ്ട്. അപ്പോൾ മെയിനായിട്ട് ഞാൻ പറഞ്ഞല്ലോ, കോമഡി തന്നെയാണ്. അപ്പോൾ നിങ്ങൾ ഇത് കണ്ടിട്ടില്ലെങ്കിൽ എൻജോയ് ചെയ്യുക. ആമസോൺ പ്രൈമിലാണ് സിനിമ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി സിനിമ കണ്ടവരാണ് നിങ്ങളെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റിൽ രേഖപ്പെടുത്തുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.